ഓം ശാന്തി. എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്നും സന്തോഷമാണ് സന്തോഷത്തെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ബേസ് എന്നും പറയുമ്പോൾ കുറേ ആളുകൾ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, സിസ്റ്ററെ ഇന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുക, എങ്ങനെയാണ് സന്തോഷമായിട്ടിരിക്കുക? അത് പറയുന്നവർക്ക് വേണ്ടി ഒരു കൊച്ചുകുട്ടിയുടെ കഥ ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. ഒരു ഗ്രാമത്തിലെ ഒരു ബാലകൻ, അവൻ്റെ അച്ഛൻ കുഞ്ഞുനാളിലെ മരിച്ചുപോയി. അമ്മയുണ്ടായിരുന്നു, എഡ്യൂക്കേഷനൊന്നുമില്ല. പാവം അമ്മ രാവിലെ മുതൽ രാത്രി വരെ ഒരു വീട്ടിൽ പാത്രം കഴുകി, വേറൊരു വീട്ടിൽ പോയി പിറ്റടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പണി കിട്ടുമ്പോൾ അവിടെ പോയി പണിയെടുത്തു. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ തന്നെക്കൊണ്ടാവുന്ന രീതിയിലെല്ലാം പണിയെടുത്ത് രാവിലെ മുതൽ രാത്രി വരെ അധ്വാനിച്ചാലും അവർക്ക് വേണ്ടതായിരിക്കുന്ന ബേസിക് നീഡ്സ്, ആ വീടൊന്ന് നന്നാക്കി വെക്കാൻ, ചോരാത്തൊരു വീട് വെക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വസ്ത്രം, അല്ലെങ്കിൽ അവനിടാൻ വേണ്ടിക്കൊണ്ടുള്ള വർണ്ണശബളമായിരിക്കുന്ന 1-2 വസ്ത്രങ്ങൾ, ആവശ്യത്തിനുള്ള ഫുഡ്, ഇതുപോലും അവനുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവനിങ്ങനെ എന്നും ഗ്രാമത്തിലെ കുട്ടികൾ അവർ പട്ടം പറത്തിയും നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളിട്ടും കൂട്ടുകാർക്കൊപ്പം സൈക്കിൾ ചവിട്ടിയും പല രീതികൾ കളിക്കുമ്പോൾ ഇവൻ കൂട്ടുകാരെ നോക്കിക്കൊണ്ട്, ആ കുട്ടികളെയൊക്കെ നോക്കിക്കൊണ്ട് പലപ്പോഴും അവൻ്റെ ആ ഒരു കൊച്ചുകുടിലിൻ്റെ മുന്നിൽ വിഷണ്ണനായിട്ടിരിക്കുമായിരുന്നു. ഒരു ദിവസം അവന് തോന്നുക, മതിയായിപ്പോയി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നല്ല ഡ്രസ്സുകൾ, നല്ല നല്ല കളിപ്പാട്ടങ്ങൾ, അവർക്ക് എന്തെല്ലാം സാധനങ്ങൾ, പറത്താൻ വിമാനം പോലുള്ളതായിട്ടുള്ള കളിപ്പാട്ടം, കാറുകൾ, എന്തൊക്കെയാണ് അവർക്ക് കിട്ടുന്നത്, എനിക്കൊന്നുമില്ലല്ലോ എന്ന് സങ്കടമായിട്ട് അവൻ അങ്ങനെ നടന്ന് ആ ഗ്രാമത്തിൻ്റെ അതിർത്തിയുള്ളതായിരിക്കുന്ന ഒരു ആൽമരത്തിൻ്റെ താഴെ ചെന്നു. അവന് തോന്നി, വെറുതെ കുറച്ച് നേരം ഇവിടെ അങ്ങനെ ഇരിക്കട്ടെ, എനിക്ക് മതി, ഇനി ജീവിക്കണമെന്ന് പോലും ഇഷ്ടമല്ല എനിക്ക് തോന്നുക. അങ്ങനെ ആ കുഞ്ഞു മനസ്സിൽ വേദനയോടുകൂടി ആൽമരത്തിൻ്റെ താഴെ വെറുതെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നു. കുറച്ച് സമയം അവനിങ്ങനെ കണ്ണടച്ചിരുന്ന് ഒന്നും കാണണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, ഈ ലോകത്തോട് എനിക്ക് വെറുപ്പ് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു വയസ്സനായ ഒരാൾ ഒരു വടി പിടിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വരികയാണ്. കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ അവൻ നോക്കി, ആദ്യം പേടിച്ചു, പിന്നെ നോക്കുമ്പോൾ അവനെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ്റെ അടുത്ത് നിൽക്കുന്നതായിരിക്കുന്ന ഒരു വൃദ്ധനായിരിക്കുന്ന ഒരു മുത്തശ്ശൻ. അപ്പോൾ ആ മുത്തശ്ശൻ ചോദിച്ചു, എന്ത് പറ്റി മോനെ ചോദിക്കും, എന്താ നീ ഇങ്ങനെ കണ്ണടച്ച് വിഷമിച്ചിരിക്കുന്നത്? അത് ചോദിച്ചപ്പോൾ അവൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാൻ തുടങ്ങി. എൻ്റെ കൂട്ടുകാർക്കൊക്കെ തന്നെ നല്ല ഡ്രസ്സുണ്ട്, നല്ല നല്ല കളിപ്പാട്ടങ്ങളുണ്ട്, അവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കിട്ടും, അവരെല്ലാവരും കൂട്ടം കൂടി കളിക്കുകയാണ്. എനിക്ക് നല്ല വസ്ത്രമില്ല, കളിപ്പാട്ടമില്ല, ഇഷ്ടത്തിനുള്ള ആഹാരമില്ല, എനിക്ക് അച്ഛനില്ല, എനിക്ക് ഭയങ്കര സങ്കടമാണ്, എനിക്ക് എന്തിനാ എന്നെ ഇങ്ങനെ ഭഗവാനാക്കുന്നത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ, അതുകൊണ്ട് എനിക്ക് മതിയായി, മടുത്തുപോയി, അതുകൊണ്ട് ഞാൻ വന്നങ്ങനെ ഇരിക്കുക എന്ന് പറയും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും, ഞാൻ നിനക്കൊരു മാജിക് തരട്ടെ, നീ ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യാമെന്ന് പറയും. അപ്പോൾ തൻ്റെ കീശയിൽ നിന്ന് ഇട്ട വലിയ നീണ്ട ഒരു ജുബയുടെ കീശയിൽ നിന്നൊരു ചെറിയ പുസ്തകം എടുക്കും. ആ പുസ്തകം എടുത്ത് അവൻ്റെ നേരെ നീട്ടിയിട്ട് പറയും, നോക്ക്, ഇന്ന് രാത്രി മുതൽ ഒരു മാസക്കാലഘട്ടത്തേക്ക് നിനക്ക് എന്തെല്ലാം നിനക്ക് നിൻ്റെതായിട്ട് കിട്ടിയതുണ്ടോ ആ ഒരു 3 കാര്യങ്ങൾ നീ ഡയറിയിൽ എഴുതണം കേട്ടോ എന്ന് പറയും. അപ്പോൾ പറയും, ഞാൻ അങ്ങയോട് പറഞ്ഞില്ലേ എനിക്കൊന്നുമില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇത് കേൾക്കാത്തതുപോലെ ഇവനോട് ഈ ഡ്യൂട്ടിയും കൊടുത്തിട്ട് ആ വയസ്സനങ്ങ് തിരിഞ്ഞ് ചിരിച്ചുകൊണ്ടങ്ങ് നടന്നു പോയി. കണ്ണൊന്ന് മറയും വരെ ആ വയസ്സനെ അവൻ നോക്കിയിരുന്നു. അത് കഴിഞ്ഞിട്ട് വിചാരിക്കുക, എന്തായാലും ഒരു ചെറിയ ഡയറി കിട്ടിയല്ലോ, കുഴപ്പമില്ല, ആ ഒരു ഗിഫ്റ്റെങ്കിലും എനിക്ക് കിട്ടി, ഇതേതാണെന്നറിയില്ല, എന്നാലും എനിക്കൊരു ഗിഫ്റ്റ് കൊണ്ട് തന്നല്ലോ എന്നുള്ള സന്തോഷത്തോടു കൂടി അവൻ അവൻ്റെ വീട്ടിൽ പോയി. അന്ന് രാത്രി അവൻ ആ റാന്തൽ വിളക്കിൻ്റെ താഴെ കുടിലിരുന്നു കൊണ്ട് ആ ഡയറി നിർത്തിവെച്ചു. അവൻ്റെ പെന്നെടുത്തു. അവന് തോന്നി, ഡയറി എന്നെ തുറിച്ചു നോക്കുകയാണോ, എന്തെഴുതാനായി എന്നിൽ നീ ചോദിച്ചിട്ടുമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ ചെയ്യാമെന്ന്, എന്നോട് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അതിലെന്തോ ഒരു ശക്തി പോലെ അവന് ഫീൽ ചെയ്തു. അങ്ങനെ അവൻ കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് നോക്കി. വീണ്ടും അവിടെ നിന്ന് എഴുന്നേറ്റ് ഡയറി അടയ്ക്കാൻ നോക്കിയപ്പോൾ ഒരു ശബ്ദം കേൾക്കും പോലെ, നീ നിനക്കുള്ളത് എന്തായാലും എഴുതണം. അവസാനം അവൻ ദേഷ്യം പിടിച്ച് എഴുതുകയാണ്, ഞാൻ ഇന്ന് ചോറുണ്ടു, എനിക്കൊരു അമ്മയുണ്ട്, എനിക്കിടാനായിട്ടുള്ള വസ്ത്രം, എന്നിട്ട് ഞാൻ വസ്ത്രമുണ്ട് എനിക്ക്, ഈ 3 കാര്യം അവനതിലെഴുതി. അത് എഴുതി കഴിഞ്ഞ ശേഷം ഇതുകൊണ്ട് ഇപ്പോൾ എന്ത് നടക്കാനാ, എന്ത് മാജിക്ക് എന്ന് വിചാരിച്ച് അവൻ ആ ബുക്ക് അടച്ചു വെച്ചുകൊണ്ട് അവൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ ആ ശൂന്യതയ്ക്ക് പകരം എന്തോ ഒരു സന്തോഷം പോലെ മനസ്സിൻ്റെ ഉള്ളിൽ. അന്ന് രാത്രി അവൻ വീണ്ടും എഴുതി, അവന് എപ്പോഴും അവനെ കളിക്കാൻ കൂട്ടുന്നൊരു കൂട്ടുകാരനുണ്ട്, എനിക്കൊരു കൂട്ടുകാരനുണ്ട്, എനിക്ക് എല്ലാ കാര്യങ്ങളെയും നന്നായി കണ്ട് ആസ്വദിക്കാനുള്ള 2 കണ്ണുണ്ടല്ലോ, എനിക്ക് നടക്കാനുള്ള 2 കാലുണ്ടല്ലോ, എനിക്ക് കുഴപ്പമില്ല, ഇന്ന് അമ്മ എന്നെ നോക്കി പുഞ്ചിരിച്ചു, എൻ്റെ മുഖത്ത് ചിരി കണ്ടിട്ട് അമ്മയ്ക്കും ചിരി വന്നിരിക്കുന്നു. ഇങ്ങനെ അവൻ എഴുതി 3 കാര്യങ്ങൾ.
എഴുതി കഴിഞ്ഞപ്പോൾ അവന് കുറേയും കൂടെ സന്തോഷം വന്ന പോലെ അടച്ചു വെച്ചു. ഓരോ ദിവസമായിട്ട് പിറ്റേ ദിവസം അവന് തോന്നി അത് മാത്രമല്ലല്ലോ, എനിക്ക് വെള്ളമൊന്നും പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ, വായു വേണ്ടല്ലോ. അവൻ്റെ മനസ്സിൽ ഓരോരോ കാര്യങ്ങൾ അവനുള്ളത് തെളിഞ്ഞു വരാൻ തുടങ്ങി. അപ്പോൾ അവൻ എഴുതി, എനിക്ക് ആവശ്യത്തിന് കുടിക്കാൻ നല്ല ശുദ്ധമായ ജലമുണ്ട്, കിടന്നുറങ്ങാൻ ഒരു വീടുണ്ട്, കഴിക്കാൻ ആഹാരമുണ്ട്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ലൊരു കൂട്ടുകാരനുണ്ട്, ഓരോ ദിവസവും എനിക്കുണ്ട് ഉണ്ട് ഉണ്ട് എന്നവൻ തിരിച്ചറിയും തോറും അവൻ്റെ ഹാപ്പിനെസ് ഇങ്ങനെ കൂടാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ആ വാക്ക് വയസ്സിനോട് പറഞ്ഞ വാക്ക് ഓർമ്മിച്ച് അവൻ ആ ആൽമരത്തിൻ്റെ താഴെ പോയിരുന്നുകൊണ്ട് കണ്ണടച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വരുമായിരിക്കും വേണമല്ലേ ആ മുത്തശ്ശൻ, പോയതാവോ, എവിടെ പോയി, എന്തായാലും ഒരു മാസമായിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര ഹാപ്പിനെസ്സാണ്, ഇപ്പം എനിക്ക് സങ്കടമില്ല എന്ന്. അന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും അവൻ താല്പര്യമാറ്റം കേട്ടു. നോക്കുമ്പോൾ ആ മുത്തശ്ശൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. നീ വന്നോ മോനെ എന്ന് ചോദിച്ചിട്ട് വരികയാണ്. അപ്പോൾ നീ എഴുതാറുണ്ടോ? ഉണ്ട് മുത്തശ്ശ, കണ്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം ശരിയാട്ടോ, ഇതൊരു മാജിക് ബുക്കാണ്, ഇതിൽ എഴുതുന്നത് കൊണ്ടാണ് എനിക്ക് സന്തോഷം എന്ന് പറയും. അപ്പോൾ പറയും, തീർച്ചയായിട്ടും ഈ മാജിക് ബുക്ക് തീർന്നാലും നീ വേറൊരു ബുക്ക് വാങ്ങിക്കൊണ്ട് എഴുതിക്കൊണ്ടേയിരിക്കണം. നിനക്കുള്ളതെല്ലാം നീ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി ഒരു വാക്ക് കൂടെ നീ കൂട്ടിച്ചേർക്കാനുണ്ട്. എനിക്ക് നല്ല ഒരു അമ്മയുണ്ട്, ഭഗവാനെ നന്ദി. എനിക്ക് നല്ല ഫുഡ് കഴിക്കാൻ കിട്ടുന്നുണ്ട്, ഭഗവാനെ നന്ദി. എനിക്ക് ഡ്രസ്സുണ്ട്, ഭഗവാനെ നന്ദി. നിനക്കുള്ള കാര്യം എഴുതുമ്പോൾ ഓരോന്നിൻ്റെ കൂടെ നീ അതിൻ്റെ കൂടെ നന്ദി എന്ന് കൂടെ ചേർത്ത് എഴുതാൻ പറഞ്ഞു. ഒരാഴ്ച അവൻ എഴുതിയപ്പോഴത്തേക്ക് അവന് തോന്നിപ്പോയി ലോകം മുഴുവൻ അവൻ്റെ കാൽക്കീഴിലാണ്, അവന് ഈ ലോകത്തെല്ലാം നേടാൻ സാധിക്കും, ഇത്രയെല്ലാം എനിക്കുണ്ടല്ലോ, എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാൻ സാധിക്കും എന്നൊരു തോന്നൽ വന്നു. അവൻ്റെ മനസ്സ് ശക്തമായി, പഠനത്തിന് അവന് താല്പര്യം വരാൻ തുടങ്ങി. വീടിൻ്റെ ആ കൊച്ചു കൂരേനെ നന്നാക്കാൻ വേണ്ടി അമ്മയുടെ കൂടെ ചെയ്യാൻ തോന്നാൻ തുടങ്ങി. ഈ ലോകത്തിലെല്ലാം എനിക്ക് പറ്റും എന്നൊരു വിചാരം തോന്നാൻ തുടങ്ങി. ഇതാണ് പവർ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഒരിക്കലും മറ്റൊരാൾ തന്നിട്ട് വരേണ്ട സാധനമല്ല. ഉള്ളതിൽ നമ്മൾ എപ്പോഴാണോ ഭഗവാനോട് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടേയിരിക്കുന്നത്, അവർക്കെല്ലാം സ്വയമേവ വന്നു ചേരും. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു വലിയ പവറാണ്. നമ്മുടെ ഹൃദയത്തിൽ സന്തോഷവും സമൃദ്ധിയും സാറ്റിസ്ഫാക്ഷനും സംതൃപ്തിയും ഉണ്ടാക്കുന്ന സാധനമാണ്. ഹാപ്പിനെസ് അട്രാക്ട് ഹാപ്പിനെസ്സാണ്. വൈബ്രേഷനിൽ പോസിറ്റിവിറ്റിയെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാ സമൃദ്ധിയും ആകർഷിച്ചു വരും. അതുകൊണ്ട് ബി ഹാപ്പി. നമ്മൾ ഹാപ്പി ആയിരിക്കണം, മറ്റുള്ളവരെ ഹാപ്പി ആക്കണം, നമ്മുടെ ലൈഫിലേക്ക് എല്ലാ ഹാപ്പിനെസ്സിനും സമൃദ്ധിനെയും ആകർഷിക്കണം. അതുകൊണ്ട് ഇതാണ് സീക്രട്ടാണ്, ഹാപ്പി ആവാനുള്ള സീക്രട്ടാണ്, സമ്പന്നമാവാനുള്ള സീക്രട്ടാണ് സന്തോഷം. അതുകൊണ്ട് സന്തോഷമായിരിക്കണം, എല്ലാവരും സന്തോഷിപ്പിക്കണം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.